ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ ഒന്നൊരു ഫിഷ് വെച്ചിട്ട് ഒരു ഫിഷ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഉണ്ടോ, ഇത് നെയ്മീനാണ്. 2-3 കഷ്ണമേ ഉള്ളൂ. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് നമുക്ക് ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് മല്ലിയും പെരിഞ്ജീരകവും കൂടി പൊടിച്ചെടുത്തതാണ്. നമുക്കൊന്ന് വേവിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ മഞ്ഞൾ, മുളകിൻ്റെ പൊടി, ഇത് നമുക്ക് ഒന്ന് വേവിപ്പിച്ചെടുക്കണം. പിന്നെ കുറച്ച് കടല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വേവിപ്പിച്ചെടുത്ത കടലയാണ്. എന്താ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ എടുത്ത് വേവിപ്പിച്ചതാണ്. നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്, മീൻ വേവിപ്പിച്ചെടുക്കാനുണ്ട്. മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വെന്ത് വരട്ടെ, നമുക്കിത് ക്ലോസ് ചെയ്തെടുക്കാം. നമുക്ക് കട്ട്ലേറ്റിന് ഒരു ചെറിയ മസാല ഉണ്ടാക്കിയെടുക്കാം. അതിന് കുറച്ച് ഓയിൽ അടുപ്പത്തിട്ടുണ്ട്. കുറച്ച് ഓയിലേ വേണ്ടുള്ളൂ. ആ ഓയിൽ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കാനേ. എണ്ണ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള കറിവേപ്പില അതുപോലെ പൊടിയായി അരിഞ്ഞ് വെച്ചതാണ് സവാള. ഇങ്ങനെ പൊടിയായി അരിഞ്ഞ് വെച്ച് പച്ചമുളക് ഇതൊന്ന് മൂത്ത് വരട്ടെ. അതിൽ കിടന്നിട്ട് അതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാനുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഫിഷ് പൊടിച്ചെടുത്ത് അങ്ങനെയൊന്ന് ഫിഷ് കട്ട്ലേറ്റ് ഉണ്ടാക്കി വെച്ചാൽ മൊത്തത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാവും. മീൻ ഉപ്പിട്ടിട്ട് വേവിപ്പിച്ച പക്ഷെ എന്നാൽ ഈ മസാലക്കൊക്കെ കുറച്ച് ഉപ്പിട്ട് ഇതെല്ലാം നമുക്ക് നന്നായി ചേർത്ത് വേണ്ടോ. നമ്മൾ മസാല ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതുപോലെ മസാല ഉണ്ടാക്കിയാൽ മതി. അതിലേക്ക് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ മാഷ് ചെയ്ത് വെച്ച കടല ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ചേർത്ത് നന്നായി ചേർത്തെടുക്കണം. അപ്പോൾ അത് ചേർത്തെടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. ബ്രെഡ് പൊടിച്ചെടുത്തതാണ്. അതും കൂടെ നമുക്ക് ഇതിലൊന്ന് ചേർത്തെടുക്കാം. കടല നമ്മൾ കൈ കൊണ്ട് തന്നെ പൊടിച്ച് നന്നായി മാഷ് ചെയ്താൽ മതി. മറ്റേ മിക്സിയിലൊന്നും ഇട്ടടിക്കേണ്ട ആവശ്യമില്ല. നല്ല വെന്ത കടലല്ല. അപ്പോൾ അത് നന്നായി നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇതിന് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഉപ്പൊക്കെ നമ്മളിത് വേവിപ്പിക്കുമ്പോഴൊക്കെ ഇട്ട് കൊടുത്തതാണ്. അല്ലെങ്കിൽ ഒരു അച്ചുണ്ടെങ്കിൽ സുഖം വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
ഇപ്പം അത് വേണമെന്നൊന്നുമില്ല, നമ്മൾ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ? ഈ രീതിക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ എല്ലാം ഉണ്ടാക്കിയെടുത്താൽ മതി. ഷേപ്പാക്കിയിട്ട് ഈ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇങ്ങനെ ഇതേപോലെ ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ അച്ചുണ്ടെങ്കിൽ സുഖം, വേഗം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ ഞാനെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കടായി നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്, ഓയിലും ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാം. കുറച്ച് മൈദ കലക്കി വെച്ചിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ചതാണ്. നമുക്കിതിലിട്ടിട്ട് കട്ട്ലേറ്റ് മുക്കിയെടുക്കാം. ഉണ്ടോ? ഇതിൽ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. കണ്ടോ? ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ടേക്കാം. മുട്ട വേണമെന്നില്ല, മുട്ട കഴിക്കാത്തവർക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ നമുക്കെല്ലാം എടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ പൊരിച്ചെടുക്കാം. വെറുതെ വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് തിരിച്ച് വെച്ചെടുക്കാം. വെറുതെ എല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് നമുക്ക് എടുക്കാം. ആവശ്യത്തിനുള്ള നമ്മൾ പൊരിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ ബാക്കി ഉണ്ടെങ്കിൽ ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി. അതേപോലത്തെ ഒരു പാത്രം എടുക്കുക. കണ്ടോ? എന്നിട്ട് അതിലേക്ക് വെച്ച് വെക്കുക. അപ്പം നമുക്ക് സുഖം. എപ്പോഴെപ്പോഴും ഉണ്ടാക്കിയെടുക്കണ്ടല്ലോ. ആവശ്യത്തിന് പൊരിച്ചാൽ മതി. പൊരിച്ചതാന്ന് വിചാരിച്ചിട്ട് അധികം കഴിക്കേണ്ട ആവശ്യമില്ല. കണ്ടോ? എന്നിട്ട് നന്നായി ക്ലോസ് ചെയ്തിട്ട് എടുത്ത് ഫ്രീസറിലേക്ക് വെച്ചാൽ മതി. ക്ലോസ് ചെയ്തിട്ട് വെക്കണം. ഇനി ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കാം. അപ്പോൾ കട്ട്ലേറ്റ് പൊരിച്ചൊക്കെ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാട്ടെ. കട്ട്ലേറ്റ് മൈദ മുക്കിയിട്ട് പൊരിക്കുമ്പോൾ നല്ല ക്രിസ്പി ഉണ്ടാവുമേ. കണ്ടോ? ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. കഴിച്ച് നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക. എന്തായാലും ഇഷ്ടപ്പെടും. ഇതുപോലത്തെ കട്ട്ലേറ്റ് ഉണ്ടാക്കി വെക്കുക. ബാക്കി വന്നാൽ നമുക്ക് ഇതേപോലെ എല്ലാം പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതേമാതിരി ഒരു പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ വെച്ച് വെച്ചാൽ മതി. കണ്ടോ? പാക്ക് ചെയ്തിട്ട് ഫ്രീസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം പൊരിച്ചെടുക്കാം. എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.